സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മറ്റേ കിനോവ തന്നെയാണ്. കിനോവയുടെ ഒരു ഗ്രേഡ് കൂടിയ വെറൈറ്റി എന്ന് പറയുന്നത് റോയൽ ബൊളീവിയൻ കിനോവ എന്ന് പറഞ്ഞ റോയൽ കിനോവ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കിനോവ എന്നല്ല പറഞ്ഞാൽ ഇവര് കീൻവ എന്നാ പറയുന്നത്. അപ്പൊ ഇത് പ്രൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പ്രോട്ടീൻ 6 ഗ്രാം, ഫൈബറും 3 ഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 100% നാച്ചുറലാണ്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, GMO ഫ്രീ, വീഗൻ, BPA ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് റോയൽ ബൊളീവിയൻ റെഡ് കിനോവ. ഇത് നമുക്ക് ഞാൻ തുറന്നൊന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് അകത്തുനിന്നുള്ള വ്യൂ. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ട് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കിനോവ, റോയൽ റെഡ് കിനോവ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് റോയൽ കിനോവ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് കിനോവ എന്ന് പറയണത്. പിന്നെ ഇത് 3 കളറിലെല്ലാം ഉണ്ട്: ബ്ലാക്ക്, റെഡ്, വൈറ്റ്. അതിൽ ബ്ലാക്കിനാണ് ഏറ്റവും വിലയുള്ളത്. പിന്നെ അത് ബൊളീവിയയിൽ സദേൺ പാർട്ടിൽ ഉയിനി എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് ഉണ്ട്, ആ ഭാഗത്താണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ 3600 മീറ്റർ എബോവ് സീ ലെവലാണ് അത്. പിന്നെ ഓർഗാനിക്കലി ഗ്രോൺ ആണ്. പിന്നെ അവിടെ എന്താണ് കിനോവയ്ക്ക് സപ്പോണിൻ കണ്ടന്റ് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു കയ്പ്പ് വരും. അപ്പോൾ അത് അവർക്ക് കഴുകി അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് കളഞ്ഞിട്ട് വേണം സെയിൽ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടാനുള്ള ഒരു കാരണം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഈ മണ്ണും ഇമ്പ്യൂരിറ്റീസൊക്കെ കൈവച്ച് തന്നെയാണ് ഇപ്പോഴും റിമൂവ് ചെയ്യണത്. പിന്നെ അപ്പോൾ ഇതിൽ ഓർഗാനിക്കാണ് കൃഷിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിന് GI ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കണ ഉയൂനി മേഖലയിൽ ഉണ്ടാക്കണ കിനോവയ്ക്ക് മാത്രമേയാണ് റോയൽ കിനോവ എന്ന് പറഞ്ഞ പേര് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എന്തുകൊണ്ട് അങ്ങനെ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പിന്നെ എല്ലാ 9 എസൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. പിന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ മറ്റേ നമ്മളുടെ മില്ലറ്റ് പോലെ 3 മുതൽ 6 മണിക്കൂർ വരെ നനച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ എളുപ്പമുണ്ടാവും. പിന്നെ ബൊളീവിയ ഭാഗത്തൊക്കെ ഇത് അനിമൽ മീറ്റിന് പകരം, മാംസാഹാരത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് ഫുഡാണത്. പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിനോവയിൽ ഓക്സലേറ്റ് കണ്ടൻറ്റ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആളുകൾ ഫെർമെൻറ്റ് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതിൻ്റെ 80% ഓക്സലേറ്റ് കണ്ടൻറ്റും പൊക്കോളും. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫെർമെൻറ്റ് ചെയ്തിട്ട് ദോശയാക്കി കഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ ഇഷ്യൂവും മാറി കിട്ടും. അപ്പോൾ ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ ഹെവി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഐഡിയൽ സോഴ്സ് ഓഫ് ഫുഡാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഞാൻ നേരത്തെ ഇപ്പോൾ ഓക്സലേറ്റ് കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കിനോവയിൽ. പക്ഷെ അത് അത്ര ഓക്സലേറ്റ് റിച്ച് ഫുഡൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഓക്സലേറ്റ് ഉള്ളത് മറ്റേ നമ്മുടെ പാലക്ക്, ബീട്രൂട്ട്, പിന്നെ എന്താ ടർണിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിലാണ്. ഇതിൽ ഓക്സലേറ്റ് ഉണ്ട്, എന്നാലും കുറവാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കുക. ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാ സൊല്യൂഷൻസും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർ ഈ ഓഥറിനെ നോട്ട് ചെയ്യുക, സാലിക്ക് നോട്ടൻ. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അവർ ഓക്സലേറ്റിൻ്റെ A to Z കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണതും അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നെറ്റിൽ, ഈ പ്രോബ്ലം എങ്ങനെ ഡീൽ ചെയ്യണമെന്നത്. അപ്പോൾ നോർമലി ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ഈ ഓക്സലേറ്റ് റിച്ച് വെജിറ്റബിൾസ് ജ്യൂസായിട്ട് കഴിക്കുമ്പോഴാണ് ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്
ആരൊക്കെയോ ചെമ്മീൻ പുളി ജ്യൂസ് കഴിച്ചപ്പോഴത്തേക്കും കിഡ്നി അടിച്ച് പോയെന്നോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നെല്ലിക്ക ജ്യൂസ് കഴിച്ചിട്ട് കുറേ പേർക്ക് കിഡ്നി പ്രോബ്ലം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഓക്സലേറ്റ് ഇഷ്യൂ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം എൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കിട്ടുന്നവർ മേടിച്ച് വായിക്കുക, അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ പേര് അടിച്ചു നോക്കിയാൽ മതി, സാലി കേണോട്ട്. ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ സേക്കിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.